ഇന്നത്തെ വീഡിയോ ഒരു കേരള സ്റ്റൈൽ മജ്ബൂസിൻ്റെ വീഡിയോ ആണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ചിക്കൻ, സവാള, ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്. പിന്നെ അതിലേക്ക് ആദ്യം മസാലകളാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, നമ്മൾ ആ ചിക്കന് ചേർക്കുന്ന മസാല. പിന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നുണ്ട്. ചേർത്ത് സവാള, പച്ചമുളക്, തക്കാളി, ചെറിയ ഉള്ളി എല്ലാം ചേർക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, കുറച്ച് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ എല്ലാം നന്നായിട്ട് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ എടുത്ത് ആഡ് ചെയ്യുന്നത്. ചിക്കൻ നിന്ന് ലെഗ് പീസാണ് ചേർക്കുന്നത് കേട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് കുക്കറിലേക്ക് വെക്കുകയാണ്. ഒരു വിസിൽ മതി. അപ്പോൾ നമ്മുടെ ഫൈനൽ ഫോം ഇതാണ്. എല്ലാം നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. വളരെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ തക്കോലം, പട്ട, നമ്മൾ പെരുംജീരകം, ഏലക്ക, നമ്മൾ ബിരിയാണിയിൽ മസാലകളെല്ലാം ചേർക്കുന്നുണ്ട് നമ്മൾ. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പെരുംജീരകം ചേർക്കുന്നുണ്ട് ശകലം. പിന്നെ മേജർ ഇൻഗ്രീഡിയൻ്റ് ഉണക്കനാരങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ശേഷം ചിക്കനിൽ കിടക്കുന്ന ആ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ ഈ അരിയായിട്ട് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ 2 വിസിൽ വെന്ത് കിട്ടും. ഞങ്ങളെടുത്ത അരിക്ക് 2 വിസിലേ വേവുള്ളൂ. നിങ്ങളെടുക്കുന്ന അരി ശ്രദ്ധിക്കുക. പല അരിക്കും പല വേവായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക് എല്ലാം ചേർക്കുക. അതിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുക. അപ്പം ഇത് വെന്ത് വരുമ്പം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അതിനുവേണ്ടിയാണ് അത് ഇങ്ങനെ കുത്തി മുകളിൽ വയ്ക്കുന്നത്. എഗെയിൻ നമ്മൾ കുക്കർ അടച്ച് 2 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെന്ത് വരുമ്പോൾ ഫൈനൽ ഫോം ഇങ്ങനെയാണ്. കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് തന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ഫൈനൽ ഫോം ഇതാണ്. അപ്പം കണ്ടപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഇലയൊക്കെ ഇട്ട് കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണേ എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഞാൻ ബിരിയാണി അയച്ചിട്ട് തരാം. പുതിയ വീഡിയോ വരുന്നത് എല്ലാവർക്കും ബായ്.